Hi friends, welcome back to the channel. ഇന്നൊരു നൈറ്റ് ഷൂട്ടാട്ടോ. നൈറ്റ് ഷൂട്ടാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ബീച്ചിലാണുള്ളത്. നമ്മൾ നേരെ ഇന്നൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ കറങ്ങാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡ് അടിക്കാൻ വേണ്ടി റാഷുണ്ട്, ബ്രദർ ഉണ്ട്, അതേപോലെ തന്നെ നവാഫ്, അതേപോലെ തന്നെ നമ്മുടെ സൈബ ഉണ്ട്. സൈബ ഒരു ആയി കാണിക്ക്. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കാൻ എവിടേക്ക് നല്ല സ്ഥലത്തൊക്കെ ഒന്ന് പോകണം. അപ്പം ആ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് ആദ്യം ബീച്ചിൽ ഇറങ്ങിയിട്ട് എവിടേക്കാന്ന് ഡിസൈഡ് ചെയ്യാം, എന്നിട്ട് പോവാം അല്ലേ? പോലെ വാ. എന്താണ് ഈ തുറക്കാൻ പറ്റില്ല, ഞാൻ തുറന്നോളാം. തുറക്കുന്നാല് എന്തായാലും നെല്ലിക്ക പറഞ്ഞോടുക്ക്. അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതായത് അപ്പൊ അവിടെ നിന്ന് കയറി, പിന്നെ അതേപോലെ തന്നെ സൈബക്ക് ഒരു നെല്ലിക്ക മേടിച്ച്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കടുക്ക എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കടുക്ക നിറച്ചത്. അതേപോലെ തന്നെ ഗ്രീൻ പീസ് ആയാലും ഞാൻ ഇവിടെ ഒരു 2 ഗ്രീൻ പീസ് എങ്കിലും കഴിക്കാതെ ഇവിടുത്തെ പോയിട്ടില്ല. എന്തായാലും ഇന്ന് അല്ലാതെ ഹെവി ആയിട്ട് നല്ലോണം കഴിക്കാൻ പോവുകയാണ്. അതായത് ബാർബിക്യൂ നാഷണലാണ് പോകുന്നത്. അവിടെ എന്തായാലും ഫുഡ് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മാപ്പിള ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാർബിക്യൂ നാഷണലിലെ ഫുഡിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ മാപ്പിള ഫുഡുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം. സേബി അവിടെ റെഡിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. ടൗണിലാണ്, മാവൂർ റോട്ടിലല്ലേ? മാവൂർ റോട്ടിലാണ്. അപ്പോൾ അവിടേക്ക് പോവാം. സൈബ എത്താനായി. എന്താ കഴിക്കണ്ടേ എനിക്ക്? ചിക്കനാ? അതാ എനിക്കിഷ്ടം. ഇവിടെ ഇപ്പോൾ ബാർബിക്യൂ നാഷണലിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഫുഡ് ഫെസ്റ്റിവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഫെസ്റ്റിവലാണ്. അതെ. അപ്പം ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബൊഫറ്റ് ഉണ്ട്. അത് ലൈവ് ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ബാർബിക്യൂ നാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലൈവായിട്ട് ബാർബിക്യൂ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ ഇപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാപ്പിള ഫുഡ് ഫെസ്റ്റിവലിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ആൾക്കാർ, അതായത് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാണ്. ഒരുപാട് ഡിഷസ് ഒക്കെ ഇറക്കിയിട്ട് ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഫുഡുകളൊക്കെ ഒന്ന് കഴിക്കാം. എല്ലാം വിശക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈബ പറഞ്ഞിരുന്നു നമുക്ക് പോയിട്ട് ചിക്കനെ കഴിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാർബിക്യൂ നാഷന് തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുപോലെ തന്നെ വേറൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഇവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മാപ്പിള ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും ഈ ഒരു സംഭവം എന്താണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന്, അല്ലേ? അതല്ലേ കാര്യം. ആ ഒരു ട്രഡീഷണല് വിടാതെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഡ്രസ്സിലായാലും ഫുഡിലായാലും ആ ഒരു ട്രഡീഷൻ നിൽക്കണം എന്ന് വിചാരിച്ചാൽ പക്ക മാപ്പിള ഫുഡ് ഫെസ്റ്റിവൽ തന്നെ വരാൻ വേണ്ടിയിട്ട്. ഓൺലി ഫോർ ഫെസ്റ്റിവൽ. യെസ് യെസ് യെസ്. നമ്മൾ ഫുഡൊക്കെ ഏതാണെന്ന് നോക്കാം. ആദ്യം നോക്കിക്കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ് എടുത്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കിത് ഇതൊന്ന് ചിക്കൻ ദം ബിരിയാണി. ഓക്കെ, ദം ബിരിയാണി ഉണ്ട്. അതുപോലെ തന്നെ നാടൻ കോഴിക്കറി, chicken curry. Yes, chicken curry. And also? This is mutton. Mutton. Okay. Crab.
It's coming, sir. Yeah. Full live. ज़्यादा नहीं रहेगा. കൂടുതലൊന്നും വെക്കുന്നില്ല കാരണം ലൈവ് അടിച്ചുകൊണ്ട് വരികയാണ് എല്ലാതും അല്ലേ ആ ഒരു ടേസ്റ്റ് കീപ്പ് ചെയ്യാൻ. This is very delicious, sir. Yeah. Let's see. Egg curry. Egg curry. This one, Calicut fish curry. Calicut fish curry. Yes, sir. Okay, and yeah. This is Muruvallam. More. The buttermilk. Buttermilk, yeah. And also Vegetarian side, sir. പന്നീർ കട. ഈ ഒരു ഏരിയ മൊത്തം വെജിൻ്റെ ഏരിയയാണ്. പക്ഷെ വെജ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ ഫസ്റ്റ് ഏരിയയിലേക്ക് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. എന്നൊക്കെ പസന്ത് ചെയ്യാം. ഓക്കെ, എന്തായാലും എല്ലാം ഉണ്ട് കേട്ടോ. അതായത് ചോറ് മുതൽ ചോറായാലും ബിരിയാണി എല്ലാ ഐറ്റംസും നമുക്കിവിടെ യെസ് പ്ലെയിൻ റൈസ് ദാൽ ഓക്കെ kurma ya. Malabar abil. Abil. Then Rice pulao. Pulao ya, pineapple pulao. Then kedai lepas. Lepas ya. This is casket basket. This is actually basket. And the vegetarian soup also there. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിവിടെ ബൊഫേ മാത്രമല്ല അതുപോലെ തന്നെ ലൈവ് കൗണ്ടറും ഉണ്ട്. ലൈവ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ബാർബിക്യൂവിൻ്റെ കൗണ്ടറൊക്കെ അപ്പുറത്തെ സൈഡാണ്. പക്ഷേ ഇത് ഫുഡ് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടറാണ്. ട്രഡീഷണൽ ഫുഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ചിക്കൻ ബിരിയാണി, ഇത് നമ്മുടെ ശരിക്കും ബിരിയാണി അല്ലേ? സാധാ നമ്മുടെ കോഴിക്കോട് അതെ അതെ സാധാ നമ്മുടെ ബിരിയാണി. എനിക്കിതാണ് താല്പര്യം. ഓക്കെ, പിന്നെന്താ കടലക്കറി, ഇതെന്താ പഴംപൊരി. സാധാ പഴംപൊരി. അതന്നെ, കാരണം ഇത് കണ്ടില്ല, ചെറിയ സ്ലൈസ് ചെറിയൊരു പീസാണ് ഉള്ളത്. പഴംപൊരി ശരിക്കും നമ്മൾ ഇത്ര വലിപ്പെങ്കിലും ഉണ്ടാവും. ഇതെന്താ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബാക്കി ഇത്രയും ഫുഡ് നമുക്ക് കഴിക്കാനുള്ളതാണ്. ഇത്രയും ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പഴംപൊരിയൊക്കെ തിന്നു കഴിഞ്ഞാൽ വയറ് ഫുള്ളായി പോകും. അതുകൊണ്ട് ആണ് ഈ ചെറിയ പഴംപൊരി അല്ലേ? ബ്രോയുടെ പേരെന്താ? ഷെഫിന്റെ പേര് കാർത്തിക് ഷെഫാണ് ഈ ലൈവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ പിന്നെ അപ്പം ഹൈദരാബാദി ഹരീഷ മട്ടണും കുറച്ച് സ്പൈസി ആയിട്ട്. ഹൈദരാബാദിൽ ഇത് സ്വീറ്റാണ്. ഇത് ബ്രോക്കൺ ബീറ്റും മട്ടണും കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക. മെയിൻലി നെയ്യാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട്. അതിൻ്റെ സ്മെല്ലിംഗ് ഇത് റംസാൻ ആ ഒരു ടൈമിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം. എവിടെ? ഹൈദരാബാദിൽ ആ ടൈമിൽ മാത്രമേ കിട്ടില്ല. വല്ലയാണോ അതിനകത്ത് തൊട്ട് രാവിലെ 5 മണി വരെ ഇത് നോക്കിയിരിക്കുന്നത്. അലീഷയ്ക്ക് വേണ്ടിയിട്ട്. അലീഷ എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അലീഷയെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കിവിടെ ഫുള്ളായിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എന്തായാലും നമുക്ക് ചെറിയൊരു റിവ്യൂ കഴിക്കുന്നതിന് മുന്നേ, കാരണം നമ്മുടെ ഗ്രില്ല് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ഗ്രില്ല് കഴിക്കാനുണ്ട്. അപ്പം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഇവിടുത്തെ മലബാർ എന്താ പറയുക ബൊഫറ്റ് ഫുഡ് ഫെസ്റ്റിവലിൽ എങ്ങനെയുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചേക്കാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഇക്ബാൽ. ശ്രീദേവി. എങ്ങനെയുണ്ട് ഫുഡ് ഫെസ്റ്റിവലിൽ? എപ്പോഴും ഇവിടെ വരലുണ്ടോ അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവലിനായിട്ട് വന്നു എപ്പോഴും വരലുണ്ടോ? എങ്ങനെയാണ്? കുഴപ്പമില്ല, ഫുഡൊക്കെ അടിപൊളി. തൊപ്പി, വെള്ള ഡ്രസ്സ്, കലിക്കറ്റിൻ്റെ പൈസ അടിപൊളിയാണ്. ചേച്ചിക്ക് ഏതാണ് ഗ്രില്ലിൽ ഇഷ്ടപ്പെട്ടത്? പനീർ. വെജാണ്? വെജാണ്. ഓക്കെ, വെജ് ആയതുകൊണ്ട് പനീറാണ് കൂടുതൽ ഇഷ്ടമാകുന്നത്. എന്നാലും ടേസ്റ്റ് ഫുഡാണ് കാര്യങ്ങൾ. ഞാൻ വറുത്തുമാണ് നമുക്ക്. കോണ് വന്നിട്ടുണ്ട്, ക്രിസ്പി ആക്കിയതാണ്. അതിന് ചാഷ്ടത്തിൽ അവിടെ വെച്ചിട്ട് കോഴി
കോഴിക്കാല് ചുട്ടത്. ഓക്കെ, പിന്നത് മട്ടൻ मांस मटन चिकन. आप इधर इधर बैठिए, इधर इस साइड पर बैठिए. अच्छा ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളൂ, ഇനി കഴിക്കാൻ തുടങ്ങണം. ബൊഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സൂപ്പിന് സ്റ്റാർട്ട് ചെയ്യണം. കോഴി തേങ്ങാപ്പാൽ. ഞാൻ ഇതുവരെ കോഴി തേങ്ങാപ്പാൽ സൂപ്പ് കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ലൈവായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെ അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷ് വന്നു കഴിഞ്ഞ് ചെമ്മീൻ പൊരിച്ചത്. എല്ലാം കൂടി ഒന്ന് കഴിച്ച് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പ്രശ്നം. അടുത്തത് വന്ന് മീൻ പൊള്ളിച്ചത്. ഇതിലിനി സ്ഥലമില്ലല്ലോ വെക്കാൻ. ഏത് മീനത്? ഇത് മോദ. മോദ. ഫുഡ് എടുത്തിട്ട് വരാം. എന്തായാലും നമുക്ക് പ്ലേറ്റ് എടുത്ത് സ്റ്റാർട്ടിങ് ലൈവ് ഡിഷിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം ബൊഫറ്റിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്മതി റൈസിൻ്റെ ബിരിയാണിയാണ്. എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം നമ്മുടെ ബിരിയാണി, മലബാറി ബിരിയാണി തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കിത് താല്പര്യം. എവിടെ പോയി കഴിഞ്ഞാലും ഏത് ബിരിയാണി ആയാലും, എനിക്ക് മന്തി ആയാലും ഏത് ഫുഡാണെന്നുണ്ടെങ്കിലും, റൈസ് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ബിരിയാണി അല്ലേ. സാധാ ബിരിയാണിയാണ് എനിക്ക് താല്പര്യം പേഴ്സണലി. മലബാർ ചിക്കൻ ബിരിയാണി എടുക്കട്ടെ പോയി. അലീഷ കോഴിക്കറി കിടക്കട്ടെ. ഞണ്ട്, മട്ടൻ വറുത്ത കറി അല്ലേ, ആലപ്പി ഫിഷ് കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയിട്ട് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബിരിയാണി. ചെമ്മീൻ, മട്ടൻ അടല്, ഞണ്ട്, നമ്മളെ കോഴിക്കറി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കുറച്ച് ക്രാബും കുറച്ച് ആടിൻ്റെ കറി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിപൊളി. എനിക്കെന്തായാലും ഇഷ്ടമായി. അലീസ അലീസ വിത്ത് പിത്ത ബ്രെഡ്. സൂപ്പർ ബിരിയാണി. മാപ്പിളമാർ നിൽക്കുന്നുണ്ടല്ലേ? മാപ്പിള കിച്ചനുക്കുള്ള മാപ്പിള ഇട്ട പ്രശ്നമാണ്. ഷെഫ് മാപ്പിള ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മേത്തൊക്കെ ഫുഡിൻ്റെ
പിന്നെ ഗ്രേവി ഗ്രേവികളൊക്കെ ആവും. അതുകൊണ്ട് ഷെഫ് മാത്രം അതുകൊണ്ടാണ് അത് ഇടാത്തല്ലേ ഡ്രസ്സ്. ഇത് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പം എന്തായാലും ഇനി ഒന്ന് കഴിച്ചോട്ടെ. എനിക്ക് ശരിക്കും ഫിഷിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എന്താണ് മാറ്റിയുണ്ടാവും. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് ഫിഷ്. പക്ഷേ ഫിഷ് തന്നെയാണ് പ്രോൺസും. പക്ഷേ പ്രോൺസ് എനിക്ക് ഏറ്റവും എൻ്റെ ഇതിൽ തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള സാധനം പ്രോൺസാണ് ശരിക്കും. टोटल 55 आइटम्स है, ठीक है. 10 वैराइटीज ऑफ स्टार्टर्स है, 5 वेज 5 नॉन वेज, एंड मेन कोर्स है 18 वैराइटीज वेज नॉन वेज बोथ, एंड 2 वैराइटीज ऑफ सूप वेज नॉन वेज, एंड वैराइटीज ऑफ आइसक्रीम, वैराइटीज ऑफ कुजीन like malak chocolate chocolate pan, and उसके बाद हमारे अंदर बहुत बड़ा पैकेज है जो हमारे फाइन फ्री तो हम हमें फोटो कर लगा है मतलब पीस ऑफ बड़ा पैकेज वाला दे. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ നല്ല ഫുഡാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രാബിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ മട്ടൻ, പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം നമ്മുടെ മലബാർ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറുതെ ചുമ്മാ പറയാലോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എത്രയായിരുന്നു. പിന്നെ മീൻ പൊളിച്ചതും നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരിലേക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത ഒരു പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്. ചിക്കനാണ് എന്താണ് ചിക്കനാണ് കോഴി ചിക്കനാണ്. അതെങ്ങനെ തിന്നുക? അങ്ങനെ തിന്നു? ഈ അങ്ങനെ തിന്നല്?